ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളെക്കുറിച്ചാണ്. എന്താണ് ഈ വർഗീയ കലാപം? എങ്ങനെയാണിത് ഉണ്ടാകുന്നത്? നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നടക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നു? ജനങ്ങൾ സമാധാനമായി താമസിക്കുന്ന ഇടങ്ങളിൽ, ഈവൻ ഇന്ത്യയിലെ ഏത് ഭാഗത്താണെങ്കിലും, ഈവൻ നമ്മളിപ്പം ഭയങ്കരമായ ചർച്ചാ വിഷയമായ മണിപ്പൂരിൽ എങ്ങനെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം പോരാടി പരസ്പരം കൊന്നൊടുക്കുന്ന ഒരു പ്രശ്നം എങ്ങനെ ഉണ്ടായി. ഈവൻ കേരളത്തിൽ മാറാട് കലാപം ഉണ്ടായി, ഗുജറാത്തിലുണ്ടായ കലാപം, മഹാരാഷ്ട്രയിലുണ്ടാകുന്നു, രാജസ്ഥാനിലുണ്ടാകുന്നു, യു പിയിലുണ്ടാകുന്നു, ജമ്മു കാശ്മീരിലുണ്ടാകുന്നു, വെസ്റ്റ് ബംഗാളിലുണ്ടാകുന്നു. അപ്പം ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കും ഇത് എന്തോ ഒരു പ്രത്യേകിച്ചൊരു ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ലോക്കൽ, ഇതൊന്നുമല്ല. ഇതെന്ന് വെച്ചാൽ വർഗീയ കലാപങ്ങൾ എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരെങ്കിലും ഒരാൾ വായത്ത് വന്ന് വിളിച്ച് പറയുന്നത് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കുറേ പേര് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിനെ എഗനിസ്റ്റായിട്ട് പറഞ്ഞ് ആളെ ഇറക്കി കൊണ്ടുവരിക. ഇത് ശരിക്കും വർഗീയ കലാപങ്ങളാണോ? ഈ കലാപങ്ങളെന്ന് പറയുന്നത് ഈ വർഗീയ കലാപങ്ങളെന്നല്ല, ഞാനിതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിദ്വേഷ കലാപങ്ങളെന്നാണ്. അതായത് ഒരു വ്യക്തികൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നടത്തുന്ന വിദ്വേഷ പ്രചാരണം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം. ഈ പ്രസംഗങ്ങളുടെ പാർട്ടായി കുറേ ആൾക്കാർ ജോയിൻ ചെയ്ത് അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരെ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക, അവരുടെ സ്വത്തിനും വകയ്ക്ക് നാശം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വാഹനങ്ങൾ കത്തിക്കുക, സർക്കാരിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതിന് വേണ്ടി. ഇത് ആരാണ് ഇവരെ മുന്നോട്ട് കൊണ്ടിരുന്നത്? കാരണം ഇതെല്ലാം പറയുന്നത് രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സമൂഹത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയാണ് പറഞ്ഞു പോകുന്നത്. ശരിക്കും ഈ വർഗീയ കലാപങ്ങൾ നമ്മൾ വിളിക്കുന്ന വിദ്വേഷ കലാപങ്ങൾ ശരിക്കും ആർക്ക് വേണ്ടിയാണെന്ന് നമ്മൾ ആലോചിച്ചാൽ ഇത് വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഒരു ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു മത നേതാവിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനോ വേണ്ടി നാട്ടുകാർ വെളിയിലിറങ്ങി വന്നിട്ട് പരസ്പരം തമ്മിത്തല്ലി ചാവുന്ന ഒരു പരിപാടിയാണ് ഈ വർഗീയ കലാപങ്ങളെന്ന് പറഞ്ഞു. എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, നിങ്ങൾ ഇന്ത്യക്കാരെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇന്ത്യക്കാർ, അതായത് നമ്മളിപ്പോൾ ഏത് ജാതിയോ മതമോ ആയിക്കോട്ടെ, നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യ. നമുക്ക് ഈ ജാതിക്കും മതത്തിനും രാഷ്ട്രത്തിനും അപ്പുറം നമ്മളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു സംഗതിയാണ് ഈ രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാം ഒരു രാഷ്ട്രത്തിൽ ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ നാഷണാലിറ്റി വേൾഡിൽ നമ്മളെ അറിയപ്പെടുന്ന ഇന്ത്യക്കാർ എന്നാണ്, അല്ലെങ്കിൽ ഭാരതീയർ, എന്തുമായിക്കോട്ടെ. അപ്പോൾ ഇത് രണ്ടിലും അല്ലാതെ നമ്മളെ അറിയപ്പെടില്ല. അപ്പോൾ അത് ഇന്ത്യയിലുള്ള ഏതും, തെക്കോ കാശ്മീർ, കന്യാകുമാരി മുതൽ വടക്ക് കാശ്മീർ വരെ ആയാലും, അല്ലെങ്കിൽ അങ്ങ് ആസാമോ അല്ലെങ്കിൽ മേഘാലയോ അരുണാചൽ പ്രദേശോ ഈവൻ മഹാരാഷ്ട്രയോ എവിടെ ആയിക്കോട്ടെ, ഇത്രയും സ്റ്റേറ്റുകളിലുള്ള ആൾക്കാർ ഓൾ ഓവർ നമ്മൾ 1.4 ബില്യൺ ആൾക്കാരാണ് നമ്മൾ. അത്രയും ആൾക്കാർ താമസിക്കുന്ന ഈ രാജ്യം എന്ന് പറയുന്നത് എല്ലാ ജാതി മതവർഗ വർണ്ണങ്ങളുടെയും ചേർന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്ന, നമ്മളെല്ലാം ഏത് ജാതിയായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, പക്ഷെ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയാണ്. നമ്മൾ ഒരുമിച്ച് നിർത്തേണ്ടത് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തമാണ്. പകരം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഒരാളൊരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വർഗീയമാക്കാൻ വിദ്വേഷത്തിൽ അങ്ങോട്ട് ആളെ കത്തിച്ച്, ഇന്ന് സോഷ്യൽ മീഡിയകൾ ഉണ്ടായതുകൊണ്ട് അതിലൂടെ നേതാവാകുക, ഏതെങ്കിലും ഒരാൾ നേതാവുക. ഇപ്പം ഏത് വർഗീയ കലാപം ഉണ്ടായാലും ആ വർഗീയ കലാപങ്ങൾ കഴിയുമ്പോൾ ഒരു നേതാവ് അവിടെ ഉയർന്നു വരുവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ആ നേതാവിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ജനറേറ്റ് ആവുകയാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ മാറാട് കലാപം, ഈവൻ ഈ അടുത്ത സമയത്ത് ആ മാറാട് കലാപത്തെക്കുറിച്ച് ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക പാർട്ടീനെ ചൂണ്ടിക്കാണിച്ചൊക്കെ പറയാണ്. പക്ഷേ അതാണോ സത്യം? ഈ പാർട്ടീനെ നമ്മൾ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഈ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു എന്താ പറയുക, ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളതിനെ വർഗീയവൽക്കരിച്ച് ഇതൊരു പ്രശ്നമാക്കി നാട് മൊത്തം ആൾക്കാരിറങ്ങി പ്രശ്നം ഉണ്ടാക്കി രാജ്യത്തിൻ്റെ സ്വത്തും വകയും നശിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുക. അതിനുള്ള നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരണം. കാരണം സർക്കാർ ഇതിനൊരു പാർട്ട് മാത്രമാണ്. സർക്കാർ ഇതിൽ പാർട്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടാവുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ഏതെങ്കിലും സംഘടനയുടെ പാർട്ടായിക്കണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ന്യൂനപക്ഷമാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷമാണ്, അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ലഘൂകരിച്ച് നോർമലാക്കി മാറ്റുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ് വർഗീയ കലാപം ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അഴകുഴമ്പൻ സ്വഭാവമാണ്. കാരണം അവരാലോചിക്കും ചെറിയ പ്രശ്നം ഉണ്ടായി അങ്ങ് സോൾവ് ആയി പോട്ടെ, ഇങ്ങനെ ഇതിനൊരു വർഗീയമാക്കണ്ട, അതിൻ്റെ പേരിൽ വേറെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കണ്ട, അങ്ങനെയൊന്നുമില്ല. കലാപങ്ങൾ എവിടെ ഉണ്ടായാലും നമ്മൾ അടിച്ചമർത്തണം. ആ കലാപങ്ങൾ ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഇപ്പം കേരളത്തിലാവട്ടെ, ഈവൻ തമിഴ്നാട്ടിലാവട്ടെ, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലായാലും ഇപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം ഉണ്ടാകുന്ന? രാജ്യത്തിനാണ്.
ജനങ്ങൾക്ക് എന്താണ് നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം ജനങ്ങളെ ബാധിക്കും. ജനങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി വെട്ടിയും കൊന്നു അവർ ചത്തു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ആ വീട്ടുകാർക്കാണ് നഷ്ടം. പിന്നെ രാജ്യത്തിന് നഷ്ടം, ആ സ്റ്റേറ്റിന് നഷ്ടം. ഒരു തലമുറ വളർന്നു വരണ്ട. അത് ഏത് ജാതിക്കാരനാകട്ടെ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ബുദ്ധനോ പാഴ്സിയോ ഏതായാലും, ഏത് ജാതിയോ ഏത് മതമോ ആയാൽ തന്നെ ഈ വർഗീയ കലാപങ്ങൾ എന്ന് പറയുന്ന വിദ്വേഷ കലാപങ്ങളെ അടിച്ചമർത്താൻ സർക്കാരുകൾ തയ്യാറാണ്. അതിനെതിരെ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആൾക്കാരെയും അറസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന് പറയുന്നതിന് രാജ്യം മൊത്തം കൊണ്ടു നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതിന് മീഡിയാസിനൊരു പാർട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിന് വളരെ പബ്ലിസിറ്റി കൊടുത്ത് നാട് മൊത്തം ആക്കുന്നതിനെതിരെ ഒരു നിയമം എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് സർക്കാരുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സർക്കാരുകളോ ഒരുമിച്ച് ചേർന്നിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോ ഇതിനൊരു നിയമം ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നാളെ നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിനെ കൊണ്ടുവന്ന് ഈ ഒരു വർഗീയ കലം ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു വർഗീയ കലം ഉണ്ടാക്കി ഇയാൾ ഇന്നത് ചെയ്തു അയാൾ ഇന്നത് ചെയ്തു, ഈ പാർട്ടി ഉണ്ടാണ്ട് ഇങ്ങനെ വന്നേ, ആ പാർട്ടി ഉണ്ടാണ്ട് ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളിലേക്ക് വിഷം കുത്തിവെക്കുകയാണ്. ജനങ്ങളെന്ന് പറയുന്നത് ഏത് ജാതി മതമായാലും നമ്മൾ ഇന്ത്യക്കാരായ ആൾക്കാർ. ഓക്കെ, നമ്മളെല്ലാവരും ഇന്ത്യക്കാർ. ആ ഇന്ത്യക്കാരായ ആൾക്കാർ ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം, അവരുടെ ആ അവകാശം, ജന്മാവകാശത്തെ നമ്മൾ ബാധിക്കുന്ന തരത്തിലാണ് ഇങ്ങനെയുള്ള വിദ്വേഷ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്. അതൊരു വ്യക്തിക്ക് വേണ്ട, ആ വ്യക്തിയുടെ നേട്ടത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലും ഏരിയയിൽ പുള്ളിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരാൾക്ക് MLA ആവാനോ MP ആവാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തലപ്പത്തേക്ക് വരാനോ അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്യാനോ ഇതൊക്കെ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. അല്ലാതെ ഈ വർഗീയ കലാപങ്ങളും ഈ പറയുന്ന വിദ്വേഷ കലാപങ്ങളും ഇങ്ങനെ മോശം പാട്ട് എന്താണ്? ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഇന്ന ദൈവത്തെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ മതത്തെ ആക്ഷേപിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് പല കേസുകളും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസുകളായിട്ട് കാര്യങ്ങളായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും കൂടെ വേണം. കാരണം ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരു ബോധവൽക്കരണം ഇല്ല. ആരെങ്കിലും ആർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്താൽ ഉടനെ അതങ്ങ് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കണം. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ജനങ്ങൾ അതായത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ വർഗീയ കലാപം എന്ന് പറയുന്നത് ജനങ്ങളെ തമ്മിത്തല്ലിക്കാൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രമാണ്. അല്ലാതെ ഇതുകൊണ്ട് ഈ നാടിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കോ എതിർക്കുന്ന ആൾക്കാർക്കോ അല്ല ഇവർക്ക് ആർക്കും ഒരു പ്രയോജനമില്ല. ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ആ കലാപത്തിൽ ഇറങ്ങിയ ആൾക്കാർക്കായിരിക്കും, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കായിരിക്കും, ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയ ആൾക്കാർക്കായിരിക്കും. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ഈയിടെ നമ്മൾ UP-യിലുണ്ടായ പ്രശ്നങ്ങൾ സംസാരിച്ചു. 5 വർഷം മുന്നേ 7 വർഷം മുന്നേ കലാപം ഉണ്ടായി. ഇതുപോലെ ഗുജറാത്തിലെ കലാപം ഇപ്പോഴും ചർച്ചയാവുന്നുണ്ട്. മാറാട് കലാപം ഇപ്പോഴും ചർച്ചയാണ്. ഇങ്ങനെ പല കലാപങ്ങളും നമ്മൾ ചർച്ചയാവുന്നുണ്ട്. ഈവൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിൽ നടന്ന കലാപങ്ങൾ ചർച്ചയാവുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ കലാപം ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതും നമ്മൾ ചർച്ചയാക്കി ഓരോ ഇലക്ഷൻ വരുമ്പോഴും ജനങ്ങളിലേക്ക് ആ ഒരു വിത്ത് പാകുകയാണ്. അടുത്ത ജനറേഷനിലേക്ക് ഇവൻ ഇങ്ങനെയാണ്, മുസ്ലിമായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ക്രിസ്ത്യാനിയായി ഇങ്ങനെയാണ്, ഹിന്ദുവായാലും ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരിൽ നിന്നും ഈ നേട്ടം ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഒരു പ്രവൃത്തിയുണ്ട്. അത് എല്ലാ രാഷ്ട്രീയം അങ്ങനെയല്ല. ചില നേതാക്കന്മാർ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ യൂണിറ്റ് നിലനിർത്താൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് രാജ്യത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ സാധാരണക്കാരനോ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെതിരെ സ്വയം ബോധവാന്മാരാകുക. ആരെങ്കിലും എന്തെങ്കിലും ദൈവത്തെക്കുറിച്ചോ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ മോശം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. പക്ഷെ അതൊരു വെട്ടും കുത്തും ഒരു കൊലപാതകത്തിലേക്കും പോവാതെ സംയമനം പാലിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയെ നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് രാജ്യത്ത് നല്ലൊരു ഗവൺമെൻറ് സിസ്റ്റം ഗവൺമെൻറ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഗവൺമെൻറ് മനസ്സിലാവും ജനങ്ങളെ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞും ജാതി പറഞ്ഞും നിർത്തിയാൽ മതി, ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ വർഗീയത പറയുന്നവരും പറയാതിരിക്കുന്നവരും എല്ലാവരും ടാക്സ് പേ ചെയ്യുന്നവരാണ്. നമ്മുടെ ടാക്സിൻ്റെ ഒരു ഗുണഫലമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുക എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാജ്യത്തിന് ആ ഫണ്ട് എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ സ്വയം മനസ്സിലാക്കുക. വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ സംയമനം പാലിക്കേണ്ട ആവശ്യമാണ്. വെറുതെ നമ്മൾ ചുമ്മാ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊന്ന് തിങ്ക് ചെയ്യുക. അത് നമ്മൾ ഇന്ന പ്രശ്നത്തിന് പോകണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടാൽ നമ്മളത് ഷെയർ ചെയ്യണോ അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണോ എന്നുള്ള ആലോചിച്ച ശേഷം മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.